ഓം ശ്രീ സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം, എല്ലാവർക്കും നാദ് അസ്ട്രോളജി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം. എൻ്റെ പേര് ഹരീഷ്. നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടോ എന്താണ് ഈ ചാനൽ? ഈ യൂട്യൂബിൽ ഒരുപാട് ജ്യോതിഷ ചാനലുകളുണ്ടല്ലോ. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രസക്തി എന്താണ്? എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ജ്യോതിഷ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും അവരുടെ അനാലിസിസും ഇൻസൈറ്റ്സും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എനിക്ക് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ തരാനുള്ളത് ഒരു വ്യത്യസ്തമായ ഒരു തിങ്കിങ് ആണ്. ആ തോട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഡയറക്ഷൻ, അത് ഫലപ്രദമായി ആ സമയത്തെ നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യാം, ആ സമയം നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നത് ഓരോ തരം ജീവിത രീതിയിലുള്ളവർക്കും വേറെ വേറെ തരുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ്. ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്യുന്നു. ഒരു 10-12 വർഷം അല്ലെങ്കിൽ 10-12 വയസ്സ് മുതൽ തന്നെ എനിക്ക് ജ്യോതിഷം എന്ന ഈ ശാസ്ത്രത്തോട് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് സയൻസിനോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരുന്നതേ ഉള്ളൂ നാൾക്ക് നാൾ. ആ സമയം മുതൽക്ക് തന്നെ എൻ്റെ നിരവധി ഗുരുക്കന്മാർ എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് കൃത്യമായി എനിക്ക് പറഞ്ഞു തരികയും ആ ലേണിംഗ് ആണ് നിങ്ങൾക്ക് മുന്നോട്ട് സഹായകരമായി നിങ്ങൾക്കും തരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പഠന സമയത്ത് ഞാൻ എൻജിനീയറിങ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് MBA കഴിഞ്ഞു. കേരളത്തിലെ ഒരു വളരെ പ്രസ്റ്റീജിയസ് ആയ കോളേജിലാണ് ഞാൻ എൻജിനീയറിങ് പഠിച്ചത്. അതേപോലെ തന്നെ MBAയും അങ്ങനെ തന്നെയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് മോശം കാലഘട്ടമായിരുന്നു. അപ്പോൾ എങ്ങനെ അത് നാവിഗേറ്റ് ചെയ്തു എന്നുള്ളത് എൻ്റെ അനാലിസിസ് മൂലം എനിക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. വിവാഹം, കുട്ടികൾ, കുടുംബം, കരിയറിൻ്റെ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഞാനൊരു 10 വർഷം വിദേശത്തായിരുന്നു. അവിടുത്തെ ജോലിയൊക്കെ പൂർത്തിയാക്കി ഞാൻ 2020 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ആ സമയത്തായാലും ഇപ്പോഴായാലും എക്സാക്ട്ലി ഈ സമയം എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു രേഖാചിത്രം പോലെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പ്രസൻറ്റ് ചെയ്തു തരാം. അത് വളരെ സയൻറ്റിഫിക്കുമായിരിക്കും. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായിരിക്കും. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക, ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, ആ സമയത്ത് എന്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനാണ്, ആ സമയത്ത് എന്തായിരിക്കും, ഇല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് സ്വസ്ഥം ഗൃഹഭരണം എന്ന രീതിയിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ആളായിരിക്കാം. ഈ ഘട്ടത്തിലൊക്കെയും നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കുടുംബം, ഇതൊക്കെ അനലൈസ് ചെയ്ത് കൃത്യമായ നിങ്ങൾക്ക് രേഖാചിത്രം നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഈ ചാനൽ, ഇതിൻ്റെ വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ തരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ഇനി അടുത്ത ആഴ്ച മുതൽ നിരവധി വീഡിയോകൾ വരുന്നുണ്ട്. അത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോകളെല്ലാം വരുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഈ സമയം വളരെയധികം ആവശ്യം. അത് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദിയോടെ, ഹരീഷ്.